ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള സീ യുവർ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള BL ഡ്രാമയാണ്. കുട്ടിക്കളി മാറാത്ത ബോസും കുറച്ചധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള കെയർ ടേക്കറും കൂടിയുള്ള ലവ് സ്റ്റോറിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹീറോ. ഒരു വലിയ കമ്പനിയുടെ ചെറിയ ബോസാണവൻ. അതിന്റെ ജാട ഒട്ടുമില്ലെങ്കിലും കുരുത്തക്കേട് നന്നായിട്ടുണ്ട്. യാങ് സീഷാങ് എന്നാണ് പേര്. നമുക്കിവനെ സീഷാങ് എന്ന് വിളിക്കാം. ആൾ ഇത്രയും കാലം വിദേശത്തായിരുന്നു, ഇപ്പൊ നാട്ടിലേക്ക് എത്തിയേ ഉള്ളൂ. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് സീഷാങ്ങിന്റെ അസിസ്റ്റന്റ് ജോൺദൻ എന്നാട്ടോ പേര്. സീഷാങ് ഇപ്പൊ തന്നെ നാട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ജോൺദനെ ശല്യം ചെയ്യാനൊക്കെ തുടങ്ങിട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം, പക്ഷെ എന്താ വേണ്ടത് ഞാൻ പറയില്ല, നീ തന്നെ ഗസ് ചെയ്യ്, എന്നിട്ട് അതെനിക്ക് വാങ്ങിത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോൺദനെ ആകെ വട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഹീറോനെ കാണാം. ഇതാണ് ജാങ്. ജാങ്ങിന് വളരെ നന്നായിട്ട് ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. മറ്റുള്ളവരെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കെയർ ടേക്കർ ആവണമെന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അതിനായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ നമ്മളിൽ നിന്നെല്ലാം ജാങ് കുറച്ച് ഡിഫറെന്റ് ആണ്. ജാങ്ങിന് ചെവി കേൾക്കുകയും ചെയ്യില്ല, ഒപ്പം തന്നെ സംസാരിക്കാനും കഴിയില്ല. ഇന്റർവ്യൂവിന് അവിടെ ക്വസ്റ്റ്യൻസ് അവൻ മനസ്സിലാക്കുന്നത് ഫോണിലെ വോയിസ് ഓൺ ആക്കി വെച്ചിട്ടാണ്. അവർ പറയുന്നതെല്ലാം അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എഴുതി കാണിച്ചിട്ടാണ്. പക്ഷേ സംസാരിക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാത്ത ഒരാളെ ജോലിക്കെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. സീഷാങ്ങിന്റെ കമ്പനി വളരെയധികം ടോപ്പിൽ നിൽക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അങ്ങനെ സീഷാങ് നാട്ടിലെത്തിയ വിവരം അറിഞ്ഞ് കുറച്ചാളുകൾ അവനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അവർക്ക് രണ്ടുപേർക്കും ഫൈറ്റിംഗ് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെടുകയായിരിക്കും നല്ലതെന്ന് അവർക്കറിയാം. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നിട്ട് രണ്ട് വഴിയിലേക്കായിട്ട് പിരിയുന്നുണ്ട്. അതേസമയം തന്നെയാണ് ജാങ് അവന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരികെ പോകുന്നതും. സീഷാങ് ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് നമ്മുടെ ജാങ്ങിനെ അറിയാതെ പോയി ഇടിക്കുകയാണ്. ജാങ് ആണെങ്കിൽ സീഷാങ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതാണ് എന്നും വിചാരിച്ചുകൊണ്ട് അവന് ചെറുതായിട്ട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് അവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോഴത്തേക്കും സീഷാങ്ങിന്റെ ശത്രുക്കൾ അവന്റെ അടുത്തേക്ക് എത്താറായി. സീഷാങ് പെട്ടെന്ന് തന്നെ ജാങ്ങിനെ തട്ടി മാറ്റി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ജാങ് അവരെ കാണുന്നതും അവർക്കിട്ട് നല്ല ഇടി കൊടുക്കുന്നതും. ജാങ് ഇടിക്കുന്നത് കാണുമ്പോൾ സീഷാങ് ചെറുതായിട്ടൊക്കെ ഇടിക്കുന്നുണ്ട്. പക്ഷെ പരിചയമില്ലാത്ത ജോലി ആയതുകൊണ്ട് തന്നെ അവന്റെ കാല് നന്നായിട്ട് വേദനിക്കുകയാണ്. അങ്ങനെ ജാങ്ങിനെ മനസ്സിലാകുന്നുണ്ട് സീഷാങ് ഒരു നിരപരാധിയാണ്, അവനെ തല്ലാനാണ് ബാക്കിലൂടെ ആളുകൾ വന്നേന്ന്. അങ്ങനെ ജാങ് സീഷാങ്ങിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവനെ ഒളിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ സീഷാങ് ഒട്ടും റെഡി ആവുന്നില്ല. പേടിയുള്ളവർ മാത്രമേ ഒളിക്കുള്ളൂ, ഞാൻ വലിയൊരു ആൺകുട്ടിയാണ്, ഞാനൊന്നും ഒളിക്കില്ല, ഞാൻ എന്റെ ശത്രുക്കളെ നേരെ നിന്ന് ഇടിച്ചു മലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പോ കിളക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ജാങ്ങിനെ കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. അവൻ വേഗം തന്നെ സീഷാങ്ങിന് ഉള്ളിലേക്ക് അങ്ങ് ആക്കുകയാണ്. അതിനുള്ളിൽ ഒരു പെയിന്റിന്റെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് അവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ പെയിന്റ് അവരുടെ രണ്ടുപേരുടെയും കയ്യിലാകുന്നുണ്ട്. സീഷാങ്ങിന്റെ ശത്രുക്കൾ അങ്ങോട്ട് എത്തുന്നുണ്ടെങ്കിലും വേഗം തന്നെ ഒളിച്ചത് കൊണ്ട് അവർക്ക് ജാങ്ങിനെയും സീഷാങ്ങിനെയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് ആ മണ്ടനായിട്ടുള്ള സീഷാങ് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, നിനക്കെന്താടാ മനുഷ്യന്മാരുടെ ഭാഷയൊന്നും അറിയില്ലേ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത് എനിക്ക് ഒളിക്കണ്ടാന്ന്? നീ എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാത്ത പോലെ അഭിനയിക്കുന്നേ? ഞാനേ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളൊന്നല്ല, എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ ഒരുപാട് പറയുമ്പോഴേക്കും ജാങ് ഉടനെ തന്നെ അവന്റെ മുഖം പൊത്തിപ്പിടിക്കുകയാണ്. അവന്റെ സൗണ്ട് കേട്ടിട്ട് വഴിയിലൂടെ പോയ ആ അടി തിരിച്ചു മേടിക്കണ്ടല്ലോ. അങ്ങനെ ആ ശത്രുക്കൾ പോയി കഴിയുമ്പോൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ജാങ് കാണുന്നത് ജാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മഷി സീഷാങ്ങിന്റെ മുഖത്തായിട്ടുണ്ടെന്ന്. അതവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സീഷാങ്ങിനാണെങ്കിൽ ഒരുപാട് നാണക്കേടായിട്ടോ. ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരാളുടെ മുഖത്ത് കുറച്ച് മഷി വീഴുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ചമ്മലൊക്കെ വരില്ലേ? എന്നിട്ട് അവൻ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഓടിപ്പോവാണ്. ജാങ്ങിന് സംസാരിക്കാനും കേൾക്കാനും കഴിയത്തില്ലാന്ന് സീഷാങ്ങിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സീഷാങ് തിരികെ പോകുമ്പോഴാണ് ഒരു കാറ് അവന്റെ മുന്നിലേക്ക് വന്ന് നിർത്തുന്നത്. അവന് ഫൈറ്റൊന്നും അറിയില്ലെങ്കിലും വേഗം തന്നെ പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവന്റെ അസിസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. സീഷാങ് ഉടനെ തന്നെ പറയുന്നുണ്ട്,
നീ എന്താ അസിസ്റ്റന്റാ? രണ്ടാൾക്കാർ ഇടിക്കാൻ വന്നപ്പോ നീ നിന്റെ പാട് നോക്കി പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവന് കാല് നല്ലോണം വേദനിക്കുകയാണ്. എന്നിട്ട് അവൻ താഴെയും വീഴുന്നുണ്ട്. ജോൺസൺ വന്നിട്ട് സീഷാങ്ങിന്റെ അടുത്ത് പൊക്കുന്നുണ്ട്. പക്ഷെ സീഷാങ്ങിനാണെങ്കിൽ ചെറുതായിട്ട് നാണൊക്കെ വരികയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ അടുത്ത് പൊക്കിയത്? ഇപ്പൊ തന്നെ എന്നെ താഴെ നിർത്ത്. അത് കേട്ടതും അസിസ്റ്റന്റ് അവനെ താഴേക്ക് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ബോസാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. കുഞ്ഞു ബോസ് തന്നെത്താൻ കാറിലേക്ക് കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് അങ്ങ് മാറി നിൽക്കുകയാണ്. പാവം സീഷാങ് ആണെങ്കിൽ പിന്നെ വേറൊന്നും പറയുന്നില്ല കേട്ടോ. അവൻ തന്നെയല്ലേ താഴ്ത്തി നിർത്താനായിട്ട് പറഞ്ഞത്. ജോലി കിട്ടാത്തതിൽ ജാങ്ങിന് കുറച്ചൊക്കെ വിഷമുണ്ട്. അങ്ങനെ അവൻ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവനെ പേടിപ്പിക്കാനായിട്ട് അവന്റെ അച്ഛനും അമ്മയും റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ആക്ടിങ് ചെറുതായിട്ടൊക്കെ പാളിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ജാങ് ഇപ്പൊ കുറച്ചൊക്കെ ഹാപ്പിയാണ്. ജാങ്ങിന് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അവന്റെ പാരന്റ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ മൂഡ് ഓഫ് ആയിട്ട് വരുമ്പോൾ അവനെ ഹാപ്പി ആക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ സീഷാങ് അവരുടെ കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവർക്ക് ടീയുമായിട്ടൊരാൾ വരുന്നത്. പക്ഷെ അയാൾ വിചാരിക്കുന്നത് ജോൺസൺ ആണ് സീഷാങ് എന്നാ. അവരുടെ ഡ്രസ്സിങ് കണ്ടാൽ ആർക്കാണെങ്കിലും ഡൗട്ട് തോന്നില്ലേ ആരാണ് ബോസ് എന്ന്. അപ്പൊ പിന്നെ അയാൾ തെറ്റിദ്ധരിച്ചതിലും ഒരു കുഴപ്പമില്ലല്ലോ. ആ സമയത്ത് അവരുടെ പുതിയ അസിസ്റ്റന്റ് അങ്ങോട്ട് വരുന്നുണ്ട്. സീഷാങ്ങിന്റെ കമ്പനി പുതുതായിട്ട് ഒരു വലിയ മോൾ പണിയുന്നുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ പുതിയ അസിസ്റ്റന്റ് ആണ്. സീഷാങ്ങിന്റെയും ജോൺസന്റെയും സേഫ്റ്റിയുടെ കാര്യവും അവൾ നോക്കുന്നുണ്ട്. അവർക്ക് പുതുതായിട്ട് ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ടെന്നും ആ വീട് എവിടെയാണെന്ന് ഡ്രൈവർ അടക്കം അവർക്ക് 3 പേർക്കും മാത്രമേ അറിയുള്ളൂ എന്നും ആരെങ്കിലും ആക്രമിക്കാൻ വരുമോന്ന് പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജോൺസൺ അവളെ ഡൗട്ട് അടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ചിലപ്പോ ആ അറ്റാക്കേഴ്സിന്റെ ആളാണെങ്കിലോ. പക്ഷെ അവൾ നിരപരാധിയാണെന്ന് അവൾ തെളിയിക്കുന്നുണ്ട് കേട്ടോ. അവൾ തന്നെയാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന കാര്യമൊക്കെ കംപ്ലൈന്റ് ചെയ്തതും അതിനു വേണ്ട എല്ലാ നടപടികളും എടുത്തതും. അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ കുഴപ്പക്കാരിയൊന്നല്ല, നല്ലൊരാളാണെന്ന്. ഇനി കാണിക്കുന്നത് ജാങ്ങിന്റെ ഭാഗമാണ്. അവനും വീട്ടുകാരും ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂവിന് പോയിട്ട് ജോബ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് ഡൗൺ ആണെന്ന് അവന്റെ പാരന്റ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജോലി കിട്ടുന്നതൊന്നും അത്ര എളുപ്പമല്ല. ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നല്ല ജോലി കിട്ടുള്ളൂ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ജോലി കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ജോലിയാകുന്നു. ജാങ് പറയുന്നുണ്ട്, അവൻ അതൊക്കെ അറിയാം. എത്ര ഇന്റർവ്യൂവിന് പോയാലും അവൻ ഒരു കുഴപ്പമില്ല, ജോലി കിട്ടുന്നത് വരെ അവൻ ശ്രമിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ പാരന്റ്സ് വീണ്ടും അവൻ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സീഷാങ്ങും ജോൺസണും സോങ്ങും കൂടി പുതിയ വീട്ടിലേക്ക് പോവാണ്. സീഷാങ്ങിനോട് സോങ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഉടനെ തന്നെ പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം ജോൺസണോട് ചോദിച്ചാൽ മതിയെന്ന്. ജോൺസന്റെ ഏറ്റവും വലിയ ഡൗട്ട് ഇവിടെ അടുത്ത് ബാർ അങ്ങനെ ഉണ്ടോ എന്നാണ്. സോങ് ആണെങ്കിൽ അത് നിങ്ങളെ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. ജോൺസൺ ചോദിക്കുന്നുണ്ട്, ബോസിന്റെ കാലിന് ചെറിയൊരു പരിക്കല്ലുള്ളൂ, അതിനൊക്കെ എന്തിനാണ് ഈ വീൽ ചെയർ എടുത്തേക്കുന്നതെന്ന്. അതിന് സീഷാങ് പറയാണ്, വടിയും കുത്തി നടന്നാലേ ഒരു ലുക്ക് ഉണ്ടാവില്ല, പകരം ഈ വീൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല ലുക്ക് ഉണ്ടായിരിക്കും, എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നല്ല സ്പീഡിൽ പോവാനും പറ്റും. അവിടെ നമ്മുടെ ജാങ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ്. അവൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്, കൂടെ അവന്റെ മാസ്റ്ററും ഉണ്ട്. അവനെ കാണുമ്പോൾ തന്നെ അവൻ ഒരുപാട് മൂഡ് ഓഫ് ആണെന്ന് മാസ്റ്ററിന് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തതിൽ അവൻ ഒരുപാട് വിഷമമുണ്ടെന്ന് മാസ്റ്ററിന് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് മാസ്റ്ററിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ വരുന്നുണ്ടോന്ന്. അവർക്ക് 2 പേർക്കും ഒരുമിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാലോ. പക്ഷെ ജാങ് ആണെങ്കിൽ അവന് സ്വയം ഒരു ജോലി കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. മാസ്റ്ററും അതിന് ഓക്കെ പറയാണ്. അങ്ങനെ അടുത്ത ദിവസമായി സീഷാങ് പറയുന്നതെല്ലാം നടത്തി കൊടുക്കാനായിട്ട് ജോൺസനോട് പറയുമ്പോൾ ജോൺസൺ പറയാണ് അവനൊരു അസിസ്റ്റന്റ് മാത്രാണ്, അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്ന ഒരാളല്ലാന്ന്. സീഷാങ് അവന് പൈസ തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സീഷാങ്ങിന്റെ കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാതെ ജോൺസൺ വേഗം തന്നെ പോവാണ്. അപ്പോൾ തന്നെ സീഷാങ് എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സീഷാങ്ങിന്റെ ബാത്റൂമിൽ നിന്നും നമ്മുടെ ജാങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ജാങ് എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡും കൂടി നമുക്ക് കാണണം. അതറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം. ബൈ.